ഇന്ന് വീണ്ടും മൈൻക്രാഫ്റ്റാണ് ഈ കളിക്കാൻ പോണേ. ഇതിൽ ഞാൻ ക്രിയേറ്റീവാണ് ഇട്ടിരിക്കണത്. ഇത് ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോണേ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈൻക്രാഫ്റ്റിൽ മറ്റേ വാഷ് പീസ് ഉണ്ടാക്കാൻ പോണേ. നമ്മൾ കൈയൊക്കെ കൈവില്ലേ, ആ സാധനം. ഞാൻ അത് യൂട്യൂബിൽ കണ്ട് പഠിച്ചാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളാദ്യം എന്തെങ്കിലും സാധനമായിട്ട് നമ്മളൊരു ചെറിയൊരു വാളുണ്ടാക്കണം ഗൈസ്. നമുക്കൊരു കുറച്ച് വാളുണ്ടാക്കാം. ഓക്കെ, ഞാൻ കുറച്ച് പൊക്കമായിട്ടാണ് ഉണ്ടാക്കണം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊരു വീടൊക്കെ ഉണ്ടാക്കി വെച്ചോ. ഓക്കെ, ഇപ്പോൾ സെറ്റായി. എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇവിടെ അല്ലല്ലോ, ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് അടയ്ക്കട്ടെ. എല്ലാം കൂടെ ചീറ്റിപ്പോയി. നമ്മൾ ഈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെവറിൻ്റെ നടുക്കായിട്ട് ഇവിടെ ഒരു കുഴി എടുക്കണം കേസ്. എന്നിട്ട് നമ്മൾ അവിടെ ഇത് വെക്കണം, ഡിസ്പെൻസർ കേസ്. നമുക്ക് അതാണ് ഇന്നവിടെ വെക്കേണ്ട. ഇത് നമ്മൾ ഇങ്ങനെയായിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ വണ്ടിയിൽ നമ്മൾ സ്ലാബ് വെക്കണം കേസ്. നിങ്ങൾ ഏതെങ്കിലും സ്ലാബ് വെച്ചോ. ഇതാണ് ഐസ് വയ്ക്കാൻ പോണേ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് എടുത്ത് ഇവിടെ ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു റെയിൽ എടുക്കണം. എന്നിട്ട് ഒരു സാധനം കൂടെ ഉണ്ട്. ഇതാണ് ഇതാണ് മൈൻ കാർട്ട്. യെസ് കേസ്, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളാദ്യം ഇവിടേക്ക് റെയിൽ വെച്ചിട്ട് അതിൻ്റെ വണ്ടി നമ്മൾ ഇത് വയ്ക്കണം ഗൈസ്. നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഇത് കാണാൻ മാത്രമുള്ള ഗൈസ്, ഇതിൻ്റെ അകത്ത് വെള്ളവും വരും ഗൈസ്. ഓക്കെ, നമ്മളിനി ചെയ്യേണ്ടത് ഈ റെയിൽ പൊട്ടിച്ചൊളയണം. ഇത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. റെയിൽ പൊട്ടിക്കുന്നിടത്ത് അതിൻ്റെ മണ്ട ഇരുന്ന് പോകും. ഓക്കെ, റെയിൽ പൊട്ടിച്ച് ഇതങ്ങ് ആക്കണം ഗൈസ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇത് നിങ്ങൾ ഏതെങ്കിലും വെച്ചോ. ഓക്കെ, ഇതെടുത്ത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കണം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ റെയിൽ ചാടിപ്പോവാതിരിക്കാനാണ്. ഇത് അനങ്ങിയാൽ പിന്നെ കുറച്ച് പണിയാവും. ഓക്കെ, ഇത് അനങ്ങി ചെറുതായിട്ട് പണിയാവാൻ ചാൻസ് ഉണ്ട്. ഇല്ല എനിക്ക് ഇത് ശരിയായി. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഇതെടുത്ത് വയ്ക്കാം, മറ്റേ ഹുക്ക്. ഇതെടുത്ത് നമുക്ക് കണ്ടേ, ഇപ്പോൾ ഒരു പൈപ്പിൻ്റെ ഇതുപോലെ ആയിട്ടില്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എങ്ങനെയാണ് വെള്ളം വരണേന്നാണ് ഈ നോക്കാൻ പോണേ. അതിനുവേണ്ടി നമുക്ക് വാട്ടർ വേണം. നോക്കിയിട്ട് വാട്ടർ എടുക്കാം ഗൈസ്. ഓക്കെ, വാട്ടർ എടുക്കണം. ഇവിടെ ആയിട്ടല്ലേ നമ്മളത് ചെയ്തത് ഗൈസ്. യെസ്, ഞാൻ എന്തിനാണ് ഇത് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മൾ മറ്റേ ഡിസ്പെസ്റ്റർ, അത് നമ്മളതിൻ്റെ അകത്ത് വാട്ടർ ഇടണം ഗൈസ്. എന്നിട്ട് നമ്മൾ റെഡ് സ്റ്റോൺ എടുക്കണം. ഇവിടെ റെഡ് സ്റ്റോൺ അവിടെ ഗൈസ്. നമുക്ക് റെഡ് സ്റ്റോണും വേണം, പിന്നെ ബട്ടണും വേണം ഗൈസ്. ആ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ഓക്കെ, റെഡ് സ്റ്റോണൊക്കെ വയ്ക്കാം. ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് വെക്കണം. സോറി, ഇവിടെ ആയിട്ട് വെച്ചാൽ പോരാ, കാരണം അവിടെ ആയിട്ട് വെച്ചാൽ പണിയാവും. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ആയിട്ട് വെച്ചു ഗൈസ്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു ബ്ലോക്ക് വയ്ക്കണം. എന്നിട്ട് നമുക്ക് റെഡ് സ്റ്റോൺ കണക്ട് ചെയ്യാം. ഓക്കെ, റെഡ് സ്റ്റോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തൊരു എൻ്റെ വാഷ് പീസ് കയറി ഇരിക്കാതാണോ? അതിന് വേറൊരു സ്ഥലവും കിട്ടിയില്ല. ഇതെന്ത് ചാവാത്ത ചത്തിട്ടുണ്ട്. എന്തായാലും മീറ്റ് കിട്ടി.
ഓക്കെ ഇനിയാണ് ഈസ് നമ്മൾ ഇതിലോട്ട് വെള്ളം വരാൻ പോണേ. ഓക്കെ ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല ഈസ്. അതാണ് ഗൈസ് കണ്ടില്ലേ, ഇത് നമ്മൾ ഒരു വശം കൂടെ വിധിക്കുക വെള്ളം പോകും, പിന്നെ വിധിക്കുക വെള്ളം വരും. കണ്ടില്ലേ, ഇതാണ് നമ്മളെ വാഷ് ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്തോ, കുറച്ച് സിമ്പിളാണ് ഈസ്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്ര ഉള്ളൂ ഈസ്. ഇങ്ങനത്തെ കുറേ ഇങ്ങനെ ബിൽഡ് ചെയ്യണ ഐറ്റംസൊക്കെ ഇനി അടുത്ത വീഡിയോയിലേക്ക് ഇടാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.